സംസ്ഥാനത്ത് കോർപ്പറേഷൻ മേയർമാരുടെയും നഗരസഭാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് പൂർത്തിയായി. ക്വാറം തികയാത്തതിനാൽ കൽപ്പറ്റ, കളമശ്ശേരി നഗരസഭകളിലെ തെരഞ്ഞെടുപ്പ് നാളത്തേക്ക് മാറ്റി. സുൽത്താൻ ബത്തേരിയിൽ കേരള കോൺഗ്രസ് ഇടതുമുന്നണിയെ പിന്തുണച്ചു. കോൺഗ്രസ് വിമതന്റെ നിർണായക വോട്ട് നേടി കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം CPM നേടി. ഇതോടെ 6 കോർപ്പറേഷനുകളിൽ 5ലും ഇടതുമുന്നണി അധികാരത്തിലെത്തി. 86 മുനിസിപ്പാലിറ്റികളിൽ 44ഇടത്ത് LDFും 39 ഇടങ്ങളിൽ UDFും അധികാരത്തിലെത്തി. പാലക്കാട് നഗരസഭ BJP നേടി. കണ്ണൂരിലെ ഇരിട്ടിയിലും തൃശൂരിലെ ഇരിങ്ങാലക്കുടയിലും വയനാട് ബത്തേരിയിലുമാണ് അപ്രതീക്ഷിത അട്ടിമറികളുണ്ടായത്. ഇരിട്ടിയിൽ 3 ലീഗ് അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെയാണ് UDFിന് ഭരണം നഷ്ടമായത്. സുൽത്താൻ ബത്തേരിയിൽ കേരള കോൺഗ്രസ് അംഗം ഇടതുമുന്നണിയോടൊപ്പം നിന്നു. ഇരിങ്ങാലക്കുടയിൽ LDF അംഗത്തിന്റെ വോട്ട് അസാധുവായതാണ് UDFിനെ സഹായിച്ചത്. കോൺഗ്രസിലെ തമ്മിലടി കാരണം കോൺഗ്രസ് അംഗങ്ങൾ വിട്ടുനിന്നതോടെയാണ് കളമശ്ശേരി നഗരസഭാധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് നാളത്തേക്ക് മാറ്റിവെച്ചത്. കൽപ്പറ്റയിലും തർക്കം തീരാത്തതിനാൽ കോൺഗ്രസ് അംഗങ്ങൾ വോട്ടെടുപ്പിനെത്തിയില്ല. UDFിലെ തർക്കം കാരണം 2 നഗരസഭകൾ ഇടതുമുന്നണിക്ക് ലഭിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1. CPM നേതാവ് ആനത്തലവട്ടം ആനന്ദൻ, മുസ്ലിം ലീഗ് നേതാവ് KNA ഖാദർ എന്നിവർ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. ഡീൻ കുര്യാക്കോസ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, അദ്ദേഹം ഡൽഹിയിൽ നിന്ന് ഈ ചർച്ചയിലുണ്ടാകും. PK രാഗേഷ്, കോൺഗ്രസ് വിമതൻ, അദ്ദേഹം കണ്ണൂർ സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ ചേരും. TL സാബു, കേരള കോൺഗ്രസിന്റെ കൗൺസിലർ, അദ്ദേഹം വയനാട് ടെലിഫോണിൽ ഈ ചർച്ചയിൽ ചേരും. K സുധാകരനെയും സുമാ ബാലകൃഷ്ണനെയും ഈ ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം KNA ഖാദറിലേക്ക്. ശ്രീ KNA ഖാദർ, UDF വളരെ കെട്ടുറപ്പോടെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. പക്ഷെ ചിലയിടങ്ങളിൽ UDFിനുള്ളിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം സൗഹൃദ മത്സരമായിരിക്കും, സൗഹൃദ മത്സരമാക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ വ്യത്യസ്ത ഘടകകക്ഷികൾക്ക് നൽകിയിട്ടുണ്ട് എന്ന് UDF നേതാക്കൾ മുൻപ് ആവർത്തിച്ചിരുന്നു. ആ പ്രസ്താവനകളെ അപ്രസക്തമാക്കുന്നതല്ലേ ഇപ്പോൾ നഗരസഭകളിലും കോർപ്പറേഷനിലും കണ്ടത്? കണ്ണൂർ പോലെ UDF ഉറപ്പിച്ചിരുന്ന ഒരു കോർപ്പറേഷൻ, അതിന്റെ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ UDFിന് നഷ്ടപ്പെട്ടത്. ആ ഇച്ഛാശക്തിയോടുകൂടി ആ പ്രഖ്യാപനം നടപ്പാക്കാൻ UDF നേതാക്കൾക്ക് സാധിക്കാത്തത് കൊണ്ടല്ലേ? അല്ല, ഐക്യജനാധിപത്യ മുന്നണിക്ക് 2010 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ ലഭിച്ചതുപോലുള്ള ഒരു വൻ വിജയം നേടാൻ ഇത്തവണ സാധിച്ചിട്ടില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ സാധിക്കാതെ പോയതിന് പല കാരണങ്ങളുമുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം UDFിൽ അവിടെയായിട്ട് പ്രത്യക്ഷപ്പെട്ട അനൈക്യവും മത്സരങ്ങളും തർക്കങ്ങളും ഒക്കെയാണ്. അത് ഞങ്ങൾക്ക് തന്നെ അതിനെക്കുറിച്ച് നല്ല അവയർനെസ് ഉണ്ട്, ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. പ്രതീക്ഷിക്കാത്ത തരത്തിൽ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ട് പരിഹരിക്കാനാവാത്ത വിധം പല സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് വേളയിൽ അനൈക്യം UDFിൽ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. അത് പരിഹരിക്കുന്നതിന് ഞങ്ങളാലാവുന്ന ഞങ്ങൾ ശ്രമിച്ചു. അത് വേണ്ടത്ര പരിഹരിക്കാൻ സാധിച്ചില്ല. ആ അനൈക്യത്തിൻ്റെ ഒരു തുടർച്ചയായിട്ട് പ്രസിഡന്റ്, ചെയർമാൻ തെരഞ്ഞെടുപ്പുകളിലും അത് പ്രത്യക്ഷപ്പെടുമല്ലോ. അത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാനമായും രാഷ്ട്രീയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന, നയിക്കപ്പെടുന്ന ഒന്നല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പല ഘടകങ്ങളാണ് വിജയപരാജയങ്ങൾക്ക് കാരണമായി തീരുന്നത്. ദേശീയ രാഷ്ട്രീയവും സംസ്ഥാന രാഷ്ട്രീയവും വികസന കാര്യങ്ങളും പ്രാദേശിക പ്രശ്നങ്ങളും സ്ഥാനാർത്ഥികളുടെ യോഗ്യതയും അയോഗ്യതയും ബന്ധങ്ങളും ജാതി മതങ്ങളും സമുദായങ്ങളും ഒക്കെ ഇതിനകത്ത് ചെറിയ തോതിലെങ്കിലും സ്വാധീനം ചെലുത്തും. അങ്ങനെ നിരവധി ഘടകങ്ങൾ ചേർന്നാണ് ഒരു തെരഞ്ഞെടുപ്പിൽ, പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായും അതിൻ്റെ ഫലം നിർണ്ണയിക്കുന്നത്. സ്വാഭാവികമായും ഇന്നത്തെ കാലത്ത് ഒരു സ്ഥാനാർത്ഥിയാകാൻ, ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ യോഗ്യതയുള്ള ധാരാളം ആളുകൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് അകത്തും പുറത്തും എല്ലാ ഗ്രാമങ്ങളിലും ഉണ്ട്. അതിൻ്റെ ഫലമായിട്ട് ആളുകൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നും ജനപ്രതിനിധി ആകണമെന്നും പഞ്ചായത്ത് ഭരണത്തിൽ എത്തണമെന്നും ആഗ്രഹിക്കുന്നവരുടെ അംഗസംഖ്യ കൂടി വരികയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമല്ല അച്ചടക്കരാഹിത്യവും തർക്കവും ഉണ്ടാകുന്നു, ഒരു മുന്നണിയിൽ മാത്രമല്ല. ഇടതുപക്ഷത്തും അതുപോലുള്ള തർക്കങ്ങളും വിയോജിപ്പും ധാരാളം ഉണ്ടായിരുന്നു. ചില സ്ഥലങ്ങളിൽ CPI പോലുള്ള ഘടകകക്ഷികൾ മാറി നിന്ന സ്ഥലം ഉണ്ടായിരുന്നു. പക്ഷേ കമ്പാരിറ്റീവ്ലി ഐക്യജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുള്ളതുപോലുള്ള അച്ചടക്കരാഹിത്യം കമ്പാരിറ്റീവ്ലി ഇടതുപക്ഷ മുന്നണിയിൽ ലെസ്സായിരുന്നു, കുറവായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. അത് ഒരു കാലാകാലത്തേക്കുള്ളൊരു സംഗതിയല്ല, ശാശ്വതമായിട്ടുള്ളൊരു പ്രശ്നമല്ല. ഇതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം UDFിനുണ്ട്. അതായത് അസംബ്ലി തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വ്യത്യസ്ത രീതിയിലാണ്
വോട്ടർമാരുടെ പ്രതികരണം ഉണ്ടാവാറ് എന്ന് കേരളത്തിൻ്റെ ഘടനയും തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രവും പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. ഇതിനു മുമ്പൊരിക്കൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ നല്ല ഭൂരിപക്ഷം കിട്ടിയതിന് ശേഷം പിന്നീട് അസംബ്ലി പിരിച്ചുവിട്ട്, കാലാവധി തീരുന്നതിന് മുമ്പ് പിരിച്ചുവിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തിയപ്പോൾ നേരെ തിരിച്ച് UDF നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നു. അതുകൊണ്ട് കേന്ദ്രത്തിലുള്ള ഭരണം സംബന്ധിച്ചും സംസ്ഥാന തലത്തിലെ ഭരണം സംബന്ധിച്ചും പ്രാദേശിക ഭരണം സംബന്ധിച്ചും ആളുകളുടെ പ്രതികരണങ്ങളിൽ അതല്ല പ്രശ്നം. ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ KN ഖാദർ സൂചിപ്പിക്കുന്നത് പോലെ തികച്ചും പ്രാദേശികമായ പ്രശ്നങ്ങൾ അതെല്ലാ പാർട്ടിയിലും മുന്നണിയിലും ഉണ്ടാകും. പക്ഷേ അടുത്ത അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് ആത്മവിശ്വാസത്തോടെ പോകാൻ മാത്രമുള്ള കെട്ടുറപ്പ് UDF ഇപ്പോഴുണ്ടെന്ന് കരുതുന്നുണ്ടോ? അല്ലെങ്കിൽ കണ്ണൂർ പോലെ UDF വേണ്ടി സൃഷ്ടിച്ചത് എന്ന് LDF ആരോപിച്ച, CPM നേതാക്കൾ ആരോപിച്ച ഒരു കോർപ്പറേഷൻ ഇടതുമുന്നണിക്ക് ലഭിക്കുന്നത് എങ്ങനെയാണ് ഈ കെട്ടുറപ്പുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അത്തരമൊരു ശ്രമം അവിടെ നടക്കുന്നുണ്ടെങ്കിൽ? എൻ്റെ സ്നേഹിതൻ KN ഖാദർ സൂചിപ്പിച്ച പോലെ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഒരു ഘടകം പ്രാദേശികമായി ഉള്ള സ്വാധീനം, അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയുടെ യോഗ്യത, പ്രാദേശിക പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതി, അതൊക്കെയാണ്. പക്ഷേ അതേക്കാൾ കൂടുതൽ പ്രാധാന്യം ഈ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി കേരളത്തിലെ ജനങ്ങൾ കണ്ടു എന്നുള്ളതാണ് പ്രധാനം. അത് ദേശീയ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മകളും ജനങ്ങളുടെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJPക്ക് അംഗമായി കുറച്ച് പഞ്ചായത്തുകളൊക്കെ കിട്ടിയെങ്കിൽ പോലും അവരുടെ പ്രതീക്ഷയ്ക്കനുസൃതമായി വളരാൻ സാധിച്ചില്ല. വലിയ അഹങ്കാരമാണ് ഇപ്പോൾ അവർ പറയുന്നത്, ഒരു വലിയ വളർച്ച നേടിയെന്നൊക്കെ. ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യവും ഇവിടെ ഈ അഴിമതി ഭരണവും അത് ജനങ്ങളുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിരുന്നു. അതിനെതിരായ ഒരു വിധിയെഴുത്തായിട്ട് കൂടിയാണ് കാണുന്നത്. പിന്നെ ഓരോ പാർട്ടിയുടെ അകത്തുമൊക്കെ സ്ഥാനാർത്ഥി മുഖങ്ങളുള്ള ഈ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, എല്ലാ തെരഞ്ഞെടുപ്പിനും ഉണ്ടാകും. പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു. എല്ലാ സീമകളും വിട്ടിട്ടാണ് ഇപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത്. അതിൽ CPMലോ ഇടതുപക്ഷ മുന്നണിയിലോ ഒന്നും ഉണ്ടായിട്ടില്ലെന്നല്ല, ഉണ്ടായിട്ടുള്ളത് അതൊക്കെ സോൾവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ UDF നിന്ന് വന്നിരിക്കുന്നത് ഒരിക്കലുമില്ലാത്ത വിധത്തിൽ ഉള്ള ഒരു പൊട്ടിത്തെറിയാണ്, വികാരപ്രകടനമാണ്, വ്യത്യസ്തമായ നിലപാട് സ്വീകരിക്കലാണ്. അതിൻ്റെ എല്ലാം കൂടി ഫലം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുണ്ട്. കണ്ണൂർ മുനിസിപ്പാലിറ്റി ഉണ്ടാക്കുമ്പോൾ ഗവൺമെൻറ് എടുത്തൊരു സമീപനമുണ്ട്. മുനിസിപ്പാലിറ്റിയും പുതിയ കോർപ്പറേഷൻ ഉണ്ടാക്കുമ്പോൾ, കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിയും ഉണ്ടാക്കുമ്പോൾ UDF ജയിക്കാൻ കഴിയുന്ന വിധത്തിൽ വാർഡുകളുടെ വിഭജനം, കൂട്ടിച്ചേർക്കൽ, ഇതൊക്കെ നടത്തിയിരുന്നു. മുനിസിപ്പാലിറ്റി എത്രയോ കാലമായി UDF ഭരിച്ചു വരുന്നത്, കോൺഗ്രസ്സാണ് അതിൻ്റെ അധ്യക്ഷ പദവി വഹിച്ചിരുന്നത്. ആ മുനിസിപ്പാലിറ്റി കോർപ്പറേഷനായി വരുന്നാൽ ഒരു കോർപ്പറേഷൻ തങ്ങൾക്ക് ലഭിക്കണമെന്നുള്ള വാശിയോടുകൂടി പുനഃസംഘടിപ്പിച്ചെടുത്താണ് കണ്ണൂർ കോർപ്പറേഷൻ. അവിടെ ഇപ്പോൾ UDF നിന്നിരുന്ന മിസ്റ്റർ രാകേഷ് ഇപ്പുറത്ത് മാറി കൂടെ വോട്ട് ചെയ്തുകൊണ്ട് മാത്രമല്ല, ഇപ്പുറത്ത് നിങ്ങൾ നോക്കുക, തുല്യം 27 വന്നിരിക്കുന്നു. അത്രയും കണ്ണൂർ പട്ടണത്തിൽ, കണ്ണൂർ ജില്ലയിലെ പട്ടണത്തിൽ നമുക്ക് ഒരിക്കലും ലഭിക്കുന്നതല്ല. രാകേഷ് ഇപ്പുറത്ത് മാറി വോട്ട് ചെയ്തതിൻ്റെ ഫലമായി അല്ലെങ്കിൽ ഞരക്കിട്ടാൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് വരാം. അപ്പോൾ ഒരു ഉറപ്പായി രാകേഷ് മാറിയത് എന്താണ് എന്നുള്ളതൊക്കെ രാകേഷിന്റെ പാർട്ടിയുമാണ് പറയേണ്ടത്. ആനന്ദൻ, ഡീൻ കുര്യാക്കോസ്, അതാണ് കണ്ണൂരിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. കണ്ണൂരിൽ UDF വലിയ വിജയം പ്രതീക്ഷിച്ചതാണ്. തങ്ങളുടെ ഷുവറായിട്ട് ലഭിക്കാൻ പോകുന്ന ഒരു കോർപ്പറേഷൻ, അതിന്റെ ആദ്യത്തെ ഭരണസമിതി തന്നെ UDF ലഭിക്കുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നതാണ്. പക്ഷേ ആ പ്രതീക്ഷയ്ക്ക് തിരിച്ചടിയേക്കാനുള്ള പ്രധാന കാരണക്കാരൻ PK രാഗേഷാണ് ഒരു വശത്ത്. മറുവശത്ത് സീറ്റുകൾ തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ സീറ്റുകൾ നഷ്ടപ്പെടുന്നതിന്റെ കാരണം പാർട്ടി നേതൃത്വത്തിന് കൂടിയാണ്. കാരണം സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഒരുപക്ഷെ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വമോ ഒക്കെയാണ് തീരുമാനിച്ചിട്ടുണ്ടാവുക. ഇവിടെ ഒരു കൃത്യമായ നിർണായകമായ റോളിൽ ഇടപെടാൻ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന് പോലും കഴിഞ്ഞിട്ടില്ല. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ഭരണസമിതി രൂപീകരണ ഘട്ടത്തിൽ പോലും PK രാഗേഷിനെ അനുനയിപ്പിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്നിടത്ത് തുടങ്ങുന്നു UDF പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ വൈകല്യങ്ങൾ. ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഏകദേശം 10 ദിവസത്തോളമായിരിക്കുകയാണ്. ഇന്നിപ്പോൾ മേയർ തെരഞ്ഞെടുപ്പ്, ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുത്തിയല്ല ചർച്ച ചെയ്യേണ്ടത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ മുതൽ ഉണ്ടായിട്ടുള്ള ചർച്ചകൾ, അതിൻ്റെ ഒരു തുടർച്ച. അതായത് ഈ തെരഞ്ഞെടുപ്പ് ഒരു കാരണവശാലും ഐക്യജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയപരമായി ഒരു വലിയ തിരിച്ചടി ഏൽപ്പിച്ച അല്ലെങ്കിൽ ഒരു കനത്ത ആഘാതം ഏൽപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പല്ല. ഇതിനെ വിമർശനാത്മകമായി പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഞങ്ങൾ നോക്കിക്കാണുകയാണ്.
ഇപ്പോൾ ആനത്തലവട്ടം ബഹുമാനപ്പെട്ട അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഐക്യജനാധിപത്യ മുന്നണിക്ക് രാഷ്ട്രീയപരമായി പൊതുസമൂഹത്തിന്റെ അംഗീകാരം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന വിലയിരുത്തൽ ഒരു കാരണവശാലും അതൊരു അസംബന്ധമായിരിക്കും. കാരണം ഇവിടെ 3 കോർപ്പറേഷനുകൾ, ഇപ്പോൾ കണ്ണൂർ ഉൾപ്പെടെ, ഇവിടെ ഞാൻ അതിലേക്ക് വരാം, PK രാഗേഷ് ഉൾപ്പെടെയുള്ള ഈ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി ഞാൻ വരാം. അപ്പോൾ കണ്ണൂരും തൃശ്ശൂരും കൊച്ചിയും വളരെ മികച്ച മാർജിനിൽ ഞങ്ങൾ വിജയിക്കേണ്ടതായിരുന്നു. കൊച്ചി ഭരണം നിലനിർത്തി. തൃശ്ശൂരും കണ്ണൂരും കംഫർട്ടബിൾ മാർജിനിൽ ഞങ്ങൾ ഭരണത്തിലേക്ക് കടന്നു വരേണ്ടതായിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPIM-നോടൊപ്പം ഐക്യമുന്നണിക്ക് സീറ്റുകൾ ലഭിക്കുമായിരുന്നു. 7 ജില്ലാ പഞ്ചായത്തുകൾ വീതിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൂടി ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ചതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുകയുണ്ടായി. അതിപ്പോൾ ഏത് സർക്കാർ അധികാരത്തിലിരുന്നാലും ആ ഘട്ടത്തിലെല്ലാം രൂപീകരിക്കപ്പെടുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ അവർക്ക് അനുകൂലമായി രൂപീകരിക്കപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങൾ കാലാകാലങ്ങളായി ഉണ്ടായിട്ടുള്ളതാണ്. CPM ഭരണത്തിലിരുന്നപ്പോഴും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതൊക്കെ അവാസ്തവങ്ങളാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ ഡിവിഷൻ വിപുലീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഇതേ ആരോപണം തന്നെ ഇടതുമുന്നണിക്കെതിരെയൊക്കെ ഉണ്ട്. അപ്പോൾ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കൂടി ഐക്യമുന്നണിക്ക് ലഭിക്കുമായിരുന്നു. ഇതൊക്കെയാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പോൾ രാഷ്ട്രീയമായി ഐക്യജനാധിപത്യ മുന്നണിയെ പ്രതിരോധത്തിലേക്ക് കൊണ്ടുപോയ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന അദ്ദേഹത്തിന്റെ വാദഗതിയോട് ഞാൻ വിയോജിക്കുന്നു. ഇവിടെ വിമർശനാത്മകമായി ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുമ്പോൾ നമുക്ക് ഒട്ടേറെ അപാകതകൾ ഐക്യമുന്നണിക്ക് സംഭവിച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥി നിർണയം, ഇവിടെ PK രാഗേഷുമായി ബന്ധപ്പെട്ട വിഷയം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടം മുതൽ ഉണ്ടായതാണ്. അത് പരിഹരിക്കാൻ സാധിച്ചില്ല. ഇപ്പൊ മേയർ തെരഞ്ഞെടുപ്പിനെ ഒന്നും അത്ര ആ ഒരു നിലയിലാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ലഭിക്കുമായിരുന്നു എന്ന്. അതായത് കണ്ണൂരിലെ ജില്ലാ നേതൃത്വത്തിന് ഇക്കാര്യത്തിൽ പാളിച്ച പറ്റി എന്ന് തന്നെയാണ് താങ്കളുടെ വാദം? അത് കണ്ണൂരിൽ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഐക്യമുന്നണിക്ക് ഇത്തരത്തിലുള്ള ഒരു വിപരീത ഫലം ഉണ്ടാക്കിയെടുക്കുന്നതിന് ഒട്ടേറെ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. PK രാഗേഷിന്റെ പ്രഖ്യാപനത്തിലാണ് നമ്മൾ പ്രതീക്ഷയർപ്പിച്ചത്. അദ്ദേഹം അവസാനം വരെയും കോൺഗ്രസ്സുകാരനായിരിക്കും. അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ എനിക്ക് വ്യക്തിപരമായി അറിയാം. കോൺഗ്രസ്സുകാരായി കണ്ണൂരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഒരു കാരണവശാലും PK രാഗേഷിന് CPIM-മായി യോജിക്കാൻ സാധ്യമല്ല. അത് അദ്ദേഹത്തിന്റെ കഴിഞ്ഞകാല രാഷ്ട്രീയ പ്രവർത്തന രംഗത്തുണ്ടായിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ അതറിയാം. അതിലായിരുന്നു പ്രതീക്ഷയർപ്പിച്ചത്. അത് പ്രതീക്ഷ മാത്രമായിരുന്നു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ CPIM-ന്റെ ചട്ടുകമായി മാറിയോ എന്നുള്ളൊരു സംശയം വന്നിരിക്കുന്നു. അദ്ദേഹം ഇന്ന് LDF-ന് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അതൊരു പ്രതീക്ഷ മാത്രമായിരുന്നു. പക്ഷെ അതല്ല പ്രശ്നം. ഇവിടെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു വിപരീത ഫലം അത് സൃഷ്ടിക്കപ്പെട്ടതാണ്. അത് ഒട്ടേറെ അപാകതകൾ അതിലുണ്ട്. സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെ, UDF സംവിധാനത്തിലെ അനൈക്യം ഉൾപ്പെടെ മുതിർന്ന നേതാക്കന്മാർ വളരെ സീരിയസ് ആയി ഇത്തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഫലം വന്നത് എങ്ങനെ എന്നതിനെ സംബന്ധിച്ച് PK രാഗേഷ്, കണ്ണൂരിൽ താങ്കൾക്ക് വ്യക്തിപരമായി തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. താങ്കൾക്ക് പോലീസ് മർദ്ദനം ഏറ്റുവെന്ന് താങ്കൾ തന്നെ ആരോപിക്കുന്നുണ്ട്. ഇത്തരം പ്രശ്നങ്ങളെയാണോ താങ്കൾ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉന്നയിച്ചത്? ആ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് എന്നാണോ താങ്കൾ ആവശ്യപ്പെട്ടത്? അതോ കോൺഗ്രസിന്റെ ജില്ലാ നേതൃത്വത്തിലെ അഴിച്ചപ്പണിയായിരുന്നു താങ്കളുടെ മുഖ്യ ഉന്നം? ഇവിടെ ഡീൻ കുര്യാക്കോസ് തന്നെ സൂചിപ്പിച്ചു, LDF-നെ പിന്തുണയ്ക്കാതെ കോൺഗ്രസിനെ UDF-നെ പിന്തുണയ്ക്കും PK രാഗേഷ് എന്ന പ്രതീക്ഷ കോൺഗ്രസ് നേതൃത്വത്തിനുണ്ടായിരുന്നു. പക്ഷേ താങ്കൾ ആ പ്രതീക്ഷ തെറ്റിച്ചിരിക്കുകയാണ്. താങ്കളിവിടെ സൂചിപ്പിച്ചതുപോലെ അവസാന നിമിഷം വരെ കോൺഗ്രസിനെ തന്നെ പിന്തുണക്കണം, കോൺഗ്രസ് മേയർ ഉണ്ടാവണമെന്ന് മനസ്സുകൊണ്ടും എല്ലാ തലത്തിലും ചിന്തിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. പക്ഷെ അതിൻ്റെ കണക്കുകൂട്ടലുകളൊക്കെ തെറ്റിച്ച് നിങ്ങളിവിടെ സൂചിപ്പിച്ചതുപോലെ വ്യക്തിപരമായ ഒരു ആവശ്യവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇല്ല. കാരണം പള്ളിക്കുന്ന് ബാങ്ക് എന്ന് പറയുന്ന ബാങ്ക് UDF ഭരിക്കുന്ന ഒരു ബാങ്കാണ്. കഴിഞ്ഞ ജനുവരി 8-ാം തീയതി 2015 ജനുവരി 6-ാം തീയതി ആ ബാങ്ക് പിരിച്ചുവിട്ടപ്പെട്ടിരിക്കുന്നു. 8-ാം തീയതി ആ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ബാങ്കിനകത്തേക്ക് കടന്നു ചെന്നപ്പോൾ കോൺഗ്രസ്സുകാരും ലീഗുകാരും ഉൾപ്പെടെ അവിടെ മർദ്ദിച്ചവശരാക്കിയിരിക്കുന്നു എന്ന വിവരം കിട്ടി. അത് അന്വേഷിക്കാൻ പോയ എന്നെ അതിൻ്റെ മുമ്പിലിട്ട് പോലീസുകാരും 1-2 ലീഗ് കോൺഗ്രസ്സുകാരുൾപ്പെടെ മർദ്ദിച്ചവശനാക്കി ചോര പുരണ്ട് അവിടെ കിടന്ന് എന്നെ മണിക്കൂറുകൾ അവിടെ തന്നെ പോലീസ് വലയത്തിൽ നിർത്തി 3 മണിക്കൂറിന് ശേഷമാണ് എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയത്. അവിടെ നിന്ന് എന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയപ്പോൾ അവിടെ എന്നെ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം പിന്നീട് വരുന്നത് എന്താണ്, എന്നെ അവിടെ തന്നെ റിമാൻഡ് ചെയ്യുന്ന ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇത്തരത്തിൽ രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിനകത്തേക്ക് കടന്നുപോയ എന്നെ ബോധപൂർവം കണ്ണൂർ ജില്ലാ നേതൃത്വം ഉൾപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഭീകരമർദ്ദനവും ഈ ബാങ്ക് പിരിച്ചുവിടൽ ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യം വസ്തുതാപരമാണ്. അതെല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ്. ഇത്തരം വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്ന സന്ദർഭത്തിൽ തന്നെ
കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ സർക്കുലർ അനുസരിച്ച് ഡിവിഷൻ തല യോഗങ്ങൾ ചേർന്ന് അവിടെ ഭൂരിപക്ഷവും ഏകകണ്ഠമായ അഭിപ്രായമുള്ള സ്ഥാനാർത്ഥികളാക്കണമെന്ന KPCCയുടെ നിലവിലുള്ള മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിക്കപ്പെട്ടുകൊണ്ട് ഞാൻ ഉൾപ്പെടെയുള്ളവരെ വിമതരാക്കുകയും പിന്നീട് KPCC നിർദ്ദേശം വരുന്നതിന് മുമ്പ് തന്നെ പാർട്ടിക്ക് പുറത്താക്കുന്നതിനും വേണ്ടി വളരെ മുൻകൂട്ടി ഗൂഢാലോചന നടത്തി ജില്ലാ നേതൃത്വം അത്തരത്തിലൊരു തീരുമാനം കൈക്കൊള്ളുകയാണ് എന്നത് ഇപ്പോഴെങ്കിലും എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവും. അതനുസരിച്ച് ഞാൻ ഉൾപ്പെടെ മത്സരിച്ചു. ഞാൻ അവിടുത്തെ UDF സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിക്കും BJP സ്ഥാനാർത്ഥി ഉൾപ്പെടെ ചതുഷ്കോണ മത്സരത്തിലൂടെ വിജയിച്ച് വന്ന ഞാൻ ഉൾപ്പെടെ വിജയിച്ച അന്ന് തന്നെ ഞാൻ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞതാണ്, ഞാൻ എൻ്റെ വോട്ട് UDFന് അനുകൂലമായി ചെയ്യും. പക്ഷേ സംഘടനാപരമായി എനിക്കുണ്ടാവുന്ന വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ KPCC നേതൃത്വം, ഞാൻ DCCയെ ഒരു ശതമാനം പോലും മുഖവിലക്കെടുക്കാതെ KPCC നേതൃത്വം അതിനുചിതമായ ഒരു നീതി എനിക്ക് ലഭ്യമാക്കുകയാണെങ്കിൽ ഞാൻ തീരുമാനമെടുക്കുമെന്ന് പറയുകയും അതനുസരിച്ച് KPCC ഒരു ഉപസമിതിയെ നിയോഗിച്ചു. ആ ഉപസമിതിക്ക് മുമ്പാകെ എൻ്റെ 9 ആവശ്യങ്ങളടങ്ങിയ അഭ്യർത്ഥന ഞാൻ വെച്ചു. അതിനകത്ത് ഇന്ന് കാലത്ത് ഞാൻ വോട്ടെടുപ്പിന് മുമ്പേ വരെ ഓരോ നിമിഷം മുമ്പ് വരെ ഞാൻ കാതോർത്തിരുന്നു. എൻ്റെ ടെലിഫോൺ ഞാൻ ഓണാക്കി, നിങ്ങൾക്ക് എല്ലാ ചാനലുകളും പരിശോധിച്ചാൽ കാണാം, എൻ്റെ ടെലിഫോൺ ഓണാക്കി എൻ്റെ ടേബിളിൽ വെച്ച് അവസാന നിമിഷം എൻ്റെ പാർട്ടിയുടെ വല്ല നിർദ്ദേശവും ഉണ്ടാവുമെന്നു ഞാൻ കാതോർത്തിരുന്നു. പക്ഷേ ഒരു നിർദ്ദേശം ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു നീതിയും പാർട്ടിയിൽ നിന്ന് അവസാനം വരെ ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ ഇന്ന് കാലത്ത് 8 മണിക്ക് ഉപസമിതിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ KC ജോസഫ് മന്ത്രിയുടെ മുമ്പാകെ എൻ്റെ എല്ലാ ഉപാധികളും ഞാൻ മാറ്റിവെക്കാം, താൽക്കാലികമായി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയെ മേയറാക്കണമെന്നുള്ള എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെ അല്ലാതെ എടുത്ത ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായി വരുന്ന മേയർ സ്ഥാനാർത്ഥിയെ മാറ്റി പകരം 17 വനിതാ സ്ഥാനാർത്ഥികൾ കണ്ണൂർ കോർപ്പറേഷനിൽ വിജയിച്ചു വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗ് എന്നോ കോൺഗ്രസ് എന്നോ നോക്കാതെ ആരെ വേണമെങ്കിലും DCC നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് വോട്ട് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് ഞാൻ ഉറക്കെ അവിടെ പ്രഖ്യാപിക്കുകയും അതനുസരിച്ച് അവസാന നിമിഷം വരെ കാത്തിരിക്കും. അതെല്ലാം മറിച്ച് സുമാ ബാലകൃഷ്ണൻ തന്നെയാണ് ഏകാധിപത്യ സ്വഭാവത്തോടു കൂടി തീരുമാനമെടുത്ത് കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം എന്നിൽ കെട്ടിയേൽപ്പിക്കുന്ന, അല്ലെങ്കിൽ എന്നെപ്പോലുള്ള 100 കണക്കിന് കോൺഗ്രസ്സുകാരുടെ തലയിൽ കെട്ടിവെക്കുന്ന ഈ രീതി മാറ്റണമെന്നാണ് എൻ്റെ ശബ്ദം. അതിന് പോലും തയ്യാറ്. കണ്ണൂർ കോർപ്പറേഷൻ അല്ല വലുത്, കണ്ണൂർ കോർപ്പറേഷൻ കോൺഗ്രസിന് ഭരിക്കണമെന്നുള്ള യാതൊരു വിധത്തിലുള്ള താല്പര്യവും ജില്ലാ നേതൃത്വത്തിന് ഇല്ല എന്ന് താങ്കളുടെ തീരുമാനം പക്ഷേ നഷ്ടപ്പെടുത്തിയത് UDFന് അത് ലഭിക്കേണ്ടിയിരുന്ന ഒരു കോർപ്പറേഷനാണ്. മാനസികമായി രാഷ്ട്രീയമായി താങ്കൾ ഇപ്പോൾ ഏത് ചേരിയിലാണ്? LDFനൊപ്പമാണോ UDFനൊപ്പമാണോ? കണക്കിന് കോൺഗ്രസ്സുകാരിൽ ഒരു കോൺഗ്രസ്സുകാരൻ മാത്രമാണ്. ജില്ലയിലെ കോൺഗ്രസിനെ നയിക്കുന്ന കോൺഗ്രസ് നേതൃത്വമാണ് അത്തരത്തിലൊരു ചിന്തയെടുക്കേണ്ടത്. അവർക്ക് ഇവിടെ കോൺഗ്രസിന് ഈ ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും ഞാൻ വിചാരിക്കുന്നത് മാത്രമേ നടപ്പിലാക്കാൻ സാധിക്കുള്ളൂ. ഇവിടെ ഇലക്ഷന് മുമ്പേ ഒരു ചർച്ചയുണ്ടായിരുന്നു ഗസ്റ്റ് ഹൗസിൽ വെച്ച്. പള്ളിക്കുന്ന് പഞ്ചായത്തിൽ 7 ഡിവിഷൻ ഉണ്ടായിരുന്നു. കണ്ണൂർ DCC പ്രസിഡന്റ് അവിടെ വെച്ച് പരസ്യമായി പ്രഖ്യാപിച്ചത് എന്താണ്? 7 ഡിവിഷനും പോയാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾക്ക് രാകേഷ് എന്നെ കേൾക്കാമെങ്കിൽ താങ്കളുടെ ഒരു തീരുമാനം ഒരു കോർപ്പറേഷന്റെ ഭരണസാരഥ്യം UDFന് നഷ്ടമാക്കിയിരിക്കുന്നു. ഇപ്പോൾ രാഷ്ട്രീയമായി മാനസികമായി താങ്കൾ ഏത് പക്ഷത്താണ്? UDFനൊപ്പമാണോ LDFനൊപ്പമാണോ? ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനായി തന്നെ ജീവിക്കുന്നു. കോൺഗ്രസ്സുകാരനായി മരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കണ്ണൂരിലെ ചില കോൺഗ്രസ് നേതാക്കന്മാർ എന്നെ ഇപ്പോഴും കോൺഗ്രസിലേക്ക് അടുപ്പിക്കില്ല. കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കുകയും കോൺഗ്രസിന്റെ ശബ്ദമായി ഞാൻ മുന്നോട്ട് വരികയും ചെയ്യുമ്പോൾ അവരുടെ ഏകാധിപത്യത്തിനും അവരുടെ ഇംഗിതത്തിനും വഴങ്ങാത്ത ഒരു കോൺഗ്രസ്സുകാരനും ഉണ്ടാവുമെന്നതുകൊണ്ട് എന്നെ എങ്ങനെയും ഈ പടിക്ക് പിണ്ടം വെച്ച് പുറത്താക്കണം എന്നുള്ള അവരുടെ ഗൂഢമായ ഉദ്ദേശമാണ് ഇപ്പോൾ നടത്തിക്കൊടുക്കുന്നത്. താങ്കളിലേക്ക് ശ്രീ KN ഖാദർ, കണ്ണൂരിലെ പ്രശ്നം തന്നെ എടുത്താൽ ഇപ്പോൾ ഈ PK രാഗേഷ് പ്രതിനിധീകരിക്കുന്ന ഒരു പഞ്ചായത്ത്, പള്ളിക്കുന്ന് പഞ്ചായത്ത്, ആ പഞ്ചായത്ത് മുസ്ലിം ലീഗ് MLA KM ഷാജി പ്രതിനിധീകരിക്കുന്ന അഴീക്കോട് മണ്ഡലത്തിലാണ്. ഇവിടെ രാജേഷിനെ പിന്തുണയ്ക്കുന്നവർക്കെതിരെ മത്സരിച്ചവരിൽ പലരും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ കൂടിയായിരുന്നു. പലപ്പോഴും ലീഗിനെയും കോൺഗ്രസിനെയും പിന്തള്ളിയാണ് PK രാഗേഷിനെ പോലുള്ളവർ വിജയിച്ചു വന്നിട്ടുള്ളത്. UDFിലെ ഒരു നിർണായക ഘടകകക്ഷി എന്ന നിലയിൽ കണ്ണൂരിലെ ഈ പ്രശ്നം പരിഹരിക്കാൻ ലീഗിനും ചെറുതല്ലാത്ത ബാധ്യതകൾ ഉണ്ടായിരുന്നില്ലേ? അല്ല, അത് കണ്ണൂരിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ലീഗിനും നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മുസ്ലിം ലീഗ് അതിൻ്റെ പങ്ക് പരമാവധി നിർവഹിച്ചിട്ടുണ്ട്.
എല്ലാം പൂർത്തിയായി ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും കോൺഗ്രസ് പാർട്ടിയോടൊപ്പം ഇതര ഘടകകക്ഷികളോടൊപ്പം ഐക്യജനാധിപത്യ മുന്നണിയിലെ ഒരു നിർണായക ഘടകകക്ഷി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പരിഹാരം കാണുന്നതിൽ പങ്കുണ്ട്, യാതൊരു സംശയവുമില്ല. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ രാകേഷ് സംസാരിച്ചതിൽ നിന്ന് താങ്കൾക്ക് ഒരു സംഗതി വ്യക്തമായി കാണും. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം സ്ട്രിക്റ്റ്ലി പേഴ്സണലാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുമായിട്ടുള്ള തർക്കങ്ങളും മറ്റു കാര്യങ്ങളുമാണ് അദ്ദേഹം ഇവിടെ പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പും അതിൻ്റെ ഇമ്പാക്റ്റും അതിൻ്റെ പൊളിറ്റിക്കലും ഓർഗനൈസേഷനായിട്ടുള്ള ഇഷ്യൂസും ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മളൊരു കണ്ണൂരിൽ മാത്രം കിടന്ന് തിരിയുന്നതിൽ വലിയ കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രശ്നം പ്രധാനമായിട്ടും അദ്ദേഹത്തിൻ്റെ പാർട്ടിയോടുള്ളതാണ്. അത് അവരുടെ പാർട്ടി പരിഹരിക്കേണ്ടതാണ്. അതിൻ്റെ രണ്ടു വശവും കേട്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ശരി തെറ്റുകളെന്ന് തീരുമാനിക്കാൻ സാധിക്കും. താങ്കളിലേക്ക് ഞാൻ പറയാം. അപ്പോൾ സുമാ ബാലകൃഷ്ണൻ ഉണ്ട് ടെലിഫോണിൽ. ശ്രീമതി സുമാ ബാലകൃഷ്ണൻ, പി.കെ. രാഗേഷ് ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ വളരെ ചെറുതാണ്, വളരെ ലഘു എന്ന് തോന്നുന്ന പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ആ പ്രശ്നങ്ങളെ നേർക്കുനേരെ അഡ്രസ് ചെയ്തിരുന്നെങ്കിൽ കണ്ണൂർ UDF-ന് നഷ്ടമാകുമായിരുന്നു. നിങ്ങൾ മക്കളുണ്ടാകാത്ത ഒരു സ്ത്രീയെ വിവാഹം കഴിഞ്ഞിട്ട് മക്കളുണ്ടാകണമെന്ന് പറയുന്ന കൂട്ടാണിത്. എന്തോന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് അറിയത്തില്ല. പി.കെ. രാഗേഷ് ആവശ്യപ്പെട്ടത് കേവലം നിസ്സാരമായ കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിലവിലുള്ള ഒരു SIയെ സസ്പെൻഡ് ചെയ്ത് മാറ്റണം. അയാളെ മർദ്ദിച്ചു എന്ന കാരണം കൊണ്ട് അയാളുടെ ബാങ്കിലെ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് നിലവിലുള്ള JRനെ ജോയിന്റ് രജിസ്ട്രാറിന് സ്ഥലം മാറ്റണം. ജില്ലയ്ക്ക് വെളിയിൽ അവിടെയുള്ള മണ്ഡലം കമ്മിറ്റി മാറ്റണം, അവിടെയുള്ള ബ്ലോക്ക് കമ്മിറ്റി മാറ്റണം. സോണിയാഗാന്ധിയുടെ അറിവോടുകൂടി KPCC നിയോഗിച്ചിട്ടുള്ള DCC പ്രസിഡന്റ് മാറണം. ലോകം മുഴുവൻ മേയർ കാൻഡിഡേറ്റ് ആണെന്ന് പറഞ്ഞ് സുമാ ബാലകൃഷ്ണനെ നിമിഷം കൊണ്ട് മാറ്റണം, വേറെ ആളെ വെക്കണം. ഇതൊക്കെ നിസ്സാരമായ ആവശ്യങ്ങളാണെന്ന് പറയാൻ ഒരു ആങ്കറായ അങ്ങേക്ക് ലജ്ജയില്ലേ? സുമാ ബാലകൃഷ്ണൻ അദ്ദേഹം ഒരുപാട് ലിസ്റ്റുകൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ പലതും വ്യക്തിപരമാണ്, ചിലത് രാഷ്ട്രീയമാണ്. എങ്കിലും ഒരു ചർച്ചയ്ക്ക് ഈ ലിസ്റ്റ് മുന്നിൽ വെക്കുമ്പോൾ അതിൽ ചിലത് ഒരുപക്ഷെ തള്ളാൻ രാകേഷ് തയ്യാറാവുമായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നതല്ലേ? പലവട്ടം ചർച്ച നടത്തി വലിയ ഉന്നതരായ നേതാക്കന്മാർ, ഇവിടെ ഉമ്മൻചാണ്ടി, ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ അദ്ദേഹത്തോട് സംസാരിച്ചു എന്നാണ് ഞാൻ അറിയുന്നത്. അംഗീകരിക്കാത്ത, ഒന്നുകിൽ അറിവില്ലാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ അറിവുണ്ടായിട്ടും അറിവില്ല എന്ന് നടിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഉറങ്ങുന്നയാളെ നമുക്ക് ഉറക്കം നടിക്കുന്നയാളെ ഉണർത്താൻ കഴിയില്ല എന്ന തത്വം പോലെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, അയാളെ ഒരിക്കലും അയാളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഞങ്ങൾക്കെന്നല്ല ലോകത്തിൽ ആർക്കും കഴിയില്ല. അയാളെ തിരുത്താനും ഞങ്ങൾക്ക് കഴിയില്ല. അയാളുടെ ഇഷ്ടം പോലെ ജീവിച്ചോട്ടെ, ഇഷ്ടം പോലെ ചെയ്തോട്ട്. ഇതൊരു വലിയ നഷ്ടമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത് ഞങ്ങൾക്ക് പലതിൽ നിന്നും ഒരു മുക്തി കിട്ടി എന്ന് ഞാൻ കരുതുന്ന ഒരു വ്യക്തിയാണ്. റൈറ്റ് സുമാ ബാലകൃഷ്ണൻ, മടങ്ങിയ താങ്കളിലേക്ക്. പി.കെ. രാഗേഷ്, ഇവിടെ താങ്കൾ എത്രയൊക്കെ അതിനെ ചെറുതാക്കി പറഞ്ഞാലും ഇവിടെ കൃത്യമായ ഒരു ഉന്നം താങ്കളുടെ ആവശ്യങ്ങൾക്കുണ്ട്. അതിലൊന്ന് ശ്രീ കെ. സുധാകരൻ എന്ന നേതാവാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കണ്ണൂരിൽ കെ. സുധാകരൻ അത്ര ചെറിയ നേതാവല്ല. ഒരു പക്ഷേ CPM-വുമായി നേർക്കുനേരെ പോരടിച്ച് നിന്ന് പാർട്ടിയെ നിലനിർത്തുന്ന, കണ്ണൂർ മേഖലയിൽ പാർട്ടിയെ നിലനിർത്തുന്ന, പാർട്ടിക്ക് ജനപ്രതിനിധികൾ ഉണ്ടാക്കുന്ന, പാർട്ടിക്ക് വിജയം സമ്മാനിക്കുന്ന ഒരു നേതാവ് തന്നെയാണ്. വളരെ ചെറിയ ആവശ്യങ്ങളല്ല കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തെ സംബന്ധിച്ച് താങ്കൾ ഉന്നയിക്കുന്നത്. ശ്രീ പി.കെ. രാഗേഷ്, താങ്കൾ ഉന്നയിക്കുന്നത് ചെറിയ ആവശ്യങ്ങളല്ല. താങ്കൾ ഉന്നയിക്കുന്ന വലിയ ലിസ്റ്റുകളിൽ പോലും അതിന്റെ ആകെ കുന്തമുന എന്ന് പറയുന്നത് കെ. സുധാകരൻ എന്ന കോൺഗ്രസിന്റെ നേതാവാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് കണ്ണൂരിൽ കോൺഗ്രസിന് ഒരു ചെറിയ നേതാവല്ല. പാർട്ടിയെ പിടിച്ചു നിർത്തുന്ന, പാർട്ടിക്ക് ജനപ്രതിനിധികളെ ഉണ്ടാക്കുന്ന, കണ്ണൂർ മേഖലയിൽ തന്നെ പാർട്ടിയെ സ്ഥാപിച്ചെടുക്കുന്ന, CPM-നോട് നേർക്കുനേരെ മുട്ടാൻ കെൽപ്പുള്ള ഒരു നേതാവിനെതിരെയാണ് താങ്കളുടെ കുന്തമുന. ഹലോ, കേൾക്കാമോ പി.കെ. രാഗേഷ്? യെസ്, കേൾക്കുന്നുണ്ട്. ഞാൻ ഇവിടെ സുമാ ബാലകൃഷ്ണൻ പറഞ്ഞത് ഞാൻ വളരെ വ്യക്തമായി ഞാൻ കേട്ടു. അതായത് ഒരു സ്ഥാനം നഷ്ടപ്പെട്ട ഒരാളുടെ വ്യഗ്രതയായി മാത്രമേ എനിക്കതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, സുമാ ബാലകൃഷ്ണൻ പറഞ്ഞ അതേ ഭാഷയിൽ ഞാൻ തിരിച്ചു പറയുന്നില്ല. ലോകത്ത് ആർക്കും തന്നെ പരിഹരിക്കപ്പെടാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞാൻ ആവശ്യപ്പെട്ടത് എന്നാണ് അവരാദ്യമായി ഇവിടെ സൂചിപ്പിച്ചത്. ഞാൻ വളരെ വ്യക്തമായി 9 ആവശ്യങ്ങൾ KPCC മുമ്പാകെ വെച്ചിട്ടുണ്ട്. ആ 9 ആവശ്യങ്ങളിൽ
ഏറ്റവും പ്രധാനമായി പിന്നെ നിങ്ങൾ ഇവിടെ സൂചിപ്പിച്ച വ്യക്തിപരമാണ്. എനിക്ക് വ്യക്തിപരമായ ഒരു ആവശ്യങ്ങളും ഞാനിവിടെ ഈ സമയം വരെ ഉന്നയിച്ചിട്ടില്ല. പള്ളിക്കുന്നിലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പള്ളിക്കുന്നിലെ ശക്തിദുർഗമായ കോൺഗ്രസിന്റെ കെട്ടുറപ്പിനെ താറുമാറാക്കുന്ന രീതിയിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് പള്ളിക്കുന്ന് ബാങ്ക് പിരിച്ചുവിട്ടതുൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഞാനിവിടെ കൊണ്ടുവന്നത്. അതിനകത്തുണ്ടായിരിക്കുന്ന കണ്ണൂർ SI എന്ന് പറയുന്നത് നിയമവിരുദ്ധമായി അവിടുത്തെ ഭരണസമിതി അംഗങ്ങളെ വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയി മർദ്ദിച്ച് അവശരാക്കിയിരിക്കുന്നു. അതോടൊപ്പം ഞാനും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ്സുകാരെയും അതിനകത്ത് വെച്ച് ലാത്തി കൊണ്ടടിച്ച് ചോര വീഴ്ത്തിയിരിക്കുന്നു. അവിടെ യാതൊരുവിധ ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ തന്നെ ഇത്തരത്തിൽ പെരുമാറിയ ഒരു SIയെ നിയമവിധേയമായി സസ്പെൻഡ് ചെയ്ത് അന്വേഷണം നടത്തണം. അതിനാവശ്യമായ രേഖകൾ ഉൾപ്പെടെ ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ കൈമാറിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഒരു ആവശ്യം. മറ്റൊന്ന് JR എന്താണ് കേരളത്തിലെ സഹകരണ ആക്ട് എന്ന് പറയുന്ന 1969 സഹകരണ ആക്ട് അനുസരിച്ച് അതിന്റെ ചട്ടങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഭരണസമിതിയെ എല്ലാ ചട്ടങ്ങളും എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പിരിച്ചുവിട്ടു. ആ പിരിച്ചുവിട്ട നടപടി കേരള ഹൈക്കോടതി റദ്ദു ചെയ്തു. വീണ്ടും പഴയ ഭരണസമിതിയെ പുനഃസ്ഥാപിച്ചു. പിന്നീട് വീണ്ടും യാതൊരുവിധ നടപടിയും ആ നിലവിലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കാൻ പാടില്ല എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടും 30/6/2015 വീണ്ടും ഇതേ ഭരണസമിതി പിരിച്ചുവിട്ടുകൊണ്ട് ഹൈക്കോടതി ശ്രീ പി കെ രാഗേഷ്, അത്തരം സാങ്കേതികമായ കാര്യങ്ങൾ മാറ്റിവെച്ചാൽ തന്നെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച താങ്കളുടെ ആരോപണത്തിന്റെ കുന്തമുന കെ സുധാകരന് നേരെയാണ്. കെ സുധാകരനെ തള്ളിക്കൊണ്ടൊരു തീരുമാനം KPCC എടുക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു. സുധാകരൻ എന്ന് പറയുന്നത് ഒറ്റക്ക് പൊട്ടിമുളച്ച് ഇവിടേക്ക് വന്ന ഒരു നേതാവല്ല. അദ്ദേഹം 1983 കോൺഗ്രസിനകത്ത് KSUവിന്റെ സ്ഥാനാർത്ഥിത്വം പോലും ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അദ്ദേഹം 87 കോൺഗ്രസ് പാർട്ടിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് എന്നെ പോലുള്ള 10,000-കണക്കിന് കോൺഗ്രസ്സുകാരുടെ വികാരവും ആവേശവും ഉൾക്കൊണ്ട് അവരെയൊക്കെ നേതാവായിട്ടാണ് അദ്ദേഹം നേതാവായി ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒറ്റക്കുള്ള മഹിമയല്ല. അത് അദ്ദേഹം ഇപ്പോഴും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് അദ്ദേഹത്തിനെ ചെറുതാക്കാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ താറടിക്കാനോ അദ്ദേഹത്തിന്റെ കുന്തമുനയിൽ നിർത്താനോ അല്ല. അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇന്ന് അദ്ദേഹത്തെ ചില ചെയ്തികളെ അല്ലെങ്കിൽ അദ്ദേഹം എടുക്കുന്ന നടപടികളെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അവരെ കണ്ണൂർ രാഷ്ട്രീയത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യണം. കണ്ണൂർ രാഷ്ട്രീയത്തിൽ ഞാനാണ് അപ്രമാദിത്വമുള്ള നേതാവ്, ഞാൻ പറയുന്നത് അപ്പുറം ഒന്നും നടക്കാൻ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ ചില ധാർഷ്ട്യം, അങ്ങനെ പള്ളിക്കുന്നിൽ PK രാഗേഷ് എന്ന് പറയുന്ന രാഷ്ട്രീയക്കാരൻ ഇനി ഈ രാജ്യത്തുണ്ടാവാൻ പാടില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചുറപ്പിച്ചതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് എന്നെ ഇവിടെ KPCC തന്നെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ജനസ്വീകാര്യതയുള്ളത്. അതോടൊപ്പം തന്നെ വാർഡ് ഡിവിഷൻ അംഗീകരിച്ച സ്ഥാനാർത്ഥിയെ നിർത്തണം. ഞാൻ ഉൾപ്പെടെയുള്ളവരെ മാറ്റി നിർത്തി. ജനം വിധിയെഴുതി ഞാനാണ് അവിടുത്തെ ഏറ്റവും യോഗ്യനായ ഒരു സ്ഥാനാർത്ഥി. ഡീൻ കുര്യാക്കോസ്, ഇവിടെ കണ്ണൂരിലെ പ്രശ്നം കോൺഗ്രസിനെ സംബന്ധിച്ച് നിർണായകമാണ്. കാരണം കണ്ണൂർ പോലെ ഒരു ജില്ലയിൽ കണ്ണൂർ കോർപ്പറേഷൻ ഉൾപ്പെടുന്ന കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഉൾക്കൊള്ളുന്ന അത്തരം മേഖലയിലെ കോൺഗ്രസിന്റെ സ്വാധീനം നിലനിർത്തുന്നതിൽ കെ സുധാകരന് ചെറുതല്ലാത്ത പങ്കുണ്ട്. പക്ഷേ കെ സുധാകരനെ പിണക്കിക്കൊണ്ട് വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ KPCCക്ക് കഴിയുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അല്ല, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോൾ മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് 27 സീറ്റിൽ UDF വിജയിച്ചു, 28 സ്ഥലങ്ങളിൽ പരാജയപ്പെട്ടു. സാങ്കേതികമായി മേയർ തെരഞ്ഞെടുപ്പിന് മുമ്പായി ഒരു വിമതൻ എന്നുള്ള നിലയിൽ UDF വിമതനായി വന്ന PK രാഗേഷിന്റെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ദിവസങ്ങളിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ അവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇവിടെ കണ്ണൂർ കോർപ്പറേഷനിൽ നമ്മൾ വിജയിക്കേണ്ടതായിരുന്നു, നല്ല മാർജിനിൽ വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം വന്നു, ഇപ്പോൾ ഭരണവും നഷ്ടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രശ്നവും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉള്ള ആ ഒരു മുന്നൊരുക്കവും രണ്ട് തലത്തിലാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്. രാഷ്ട്രീയപരമായി കണ്ണൂരിൽ ഒരു വലിയ പരാജയമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം കണ്ണൂരിൽ ജില്ലാ പഞ്ചായത്തിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് നടന്നിട്ടുള്ളത്. മാത്രമല്ല CPIMന്റെ പാർട്ടി ഗ്രാമങ്ങളിൽ വരെ കോൺഗ്രസിന് വലിയ തിരിച്ചുവരവ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസ് ഐക്യ ജനാധിപത്യ മുന്നണി വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ പരാജയപ്പെടുമെന്ന് പറയുന്നത് അതൊക്കെ അനർത്ഥങ്ങളായ ചർച്ചകളിലേക്ക് വഴിവെക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ കോർപ്പറേഷനിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PK രാഗേഷ് എന്ന് പറയുന്ന വ്യക്തി വിമത സ്ഥാനാർത്ഥിയായതോടുകൂടി അദ്ദേഹവും കോൺഗ്രസുമായിട്ടുള്ള ബന്ധം അന്ന് തീർന്നതാണ്.
പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു ചില സാഹചര്യത്തിൽ ഭരണം ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിന്റെ സഹായം ലഭിക്കുമോ എന്നതിനെ കുറിച്ചാണ് ആലോചിച്ചത്. KPCC ഉപസമിതി രൂപീകരിച്ചു. മന്ത്രി KC ജോസഫായിരുന്നു അതിന്റെ ചെയർമാൻ. ഒട്ടേറെ കോൺഗ്രസ് നേതാക്കന്മാർ അതിലുണ്ടായിരുന്നു, അല്ലാതെ K സുധാകരൻ മാത്രമായിരുന്നില്ല. പക്ഷേ ആ ചർച്ചയും അല്ലെങ്കിൽ ആ ശ്രമങ്ങളും പരാജയപ്പെട്ടു, ഭരണം നഷ്ടപ്പെട്ടു. ആ വിഷയം പ്രത്യേകമായി എടുക്കേണ്ടതാണ് എന്ന് കരുതി കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും വലിയ ബുദ്ധിമുട്ട് കണ്ണൂരിൽ നേരിടുന്നു എന്ന് പറയുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല. അതൊന്നുമല്ല യാഥാർത്ഥ്യം. അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്. വളരെ പെട്ടെന്ന് മടങ്ങിയെത്താം. ശ്രീ അനന്തരവട്ടം ആനന്ദൻ, നമുക്കറിയാം കണ്ണൂരിലെ കാര്യം അവിടെ നിൽക്കട്ടെ. വയനാട്ടിൽ 2 മുനിസിപ്പാലിറ്റികളിൽ 2 UDF ഘടകകക്ഷികൾ എടുത്ത നിലപാട് CPM-ന് ഗുണകരമായി ഭവിച്ചിട്ടുണ്ട്. ഒന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും മറ്റൊന്ന് JDU-വും. UDF-നെ അപേക്ഷിച്ച് ഘടകകക്ഷികൾ കുറവായ LDF-ന് ചില ശുഭസൂചനകൾ നൽകുന്നതാണോ ആ നിലപാടുകൾ ബത്തേരിയിലും കൽപ്പറ്റയിലും? എന്തായാലും UDF-നകത്ത് ഈ രാകേഷിൻ്റെ പ്രശ്നം മാത്രമല്ല എന്നാണ് എല്ലാം തെളിയിക്കുന്നത്. ഘടകകക്ഷികളിൽ തന്നെ ഇരിട്ടിയിൽ ലീഗിൻ്റെ 3 കൗൺസിലർമാർ മാറി വോട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇരിട്ടി മുനിസിപ്പാലിറ്റി കിട്ടുക. അതുപോലെ കേരള കോൺഗ്രസിൻ്റെ കൗൺസിലർമാരും JDU-വിൻ്റെ കൗൺസിലർമാരും മാറി വോട്ട് ചെയ്യുന്നതിൻ്റെ ഫലമായി നമുക്ക് 2 സ്ഥാപനങ്ങളിൽ മുനിസിപ്പാലിറ്റികൾ ലഭിക്കുന്നു. UDF-ൻ്റെ പ്രധാനപ്പെട്ട കക്ഷികളാണ് ലീഗും കേരള കോൺഗ്രസും, അതുപോലെ തന്നെ JDU. കേരള കോൺഗ്രസും ലീഗ് പോലെ അല്ല JDU-ങ്കിലും ഘടകകക്ഷിയാണ്. ഈ കക്ഷികളൊക്കെ തന്നെ മാറി വോട്ട് ചെയ്യുന്ന ആ സ്ഥാനാർത്ഥികൾ മാറി വോട്ട് ചെയ്താണോ അവരുടെ പാർട്ടി അറിഞ്ഞാണോ എന്നുള്ളതൊക്കെ പരിശോധിക്കാനുണ്ട്. എന്തായാലും UDF-നകത്തിന് നിൽക്കുന്നത് ശരിയല്ല, നിന്ന് പിടിച്ചുപറ്റാൻ സാധിക്കില്ല എന്നുള്ളൊരു ബോധം അവരുടെ പ്രവർത്തകരുടെ ഇടയിൽ അണികളുടെ ഇടയിൽ ഉണ്ടായി എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്. അത് രാഷ്ട്രീയമാണ്. ഇന്നുള്ള ദേശീയ രാഷ്ട്രീയം, അവിടെ UDF എടുക്കുന്ന സമീപനം, അതിനെതിരായി അതുപോലെ കേരളത്തിലെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മുഹൂർത്തത്തിൽ പോലും മാണി രാജിവെച്ച് പോകേണ്ടുന്ന അവസ്ഥ, മറ്റു ചില കോടതി പരാമർശം, മറ്റു ചില കേസുകളിൽ നിന്ന് ഇപ്പോൾ നിലനിൽക്കുന്നത്, ഇതെല്ലാം വല്ലാതെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. ആ പ്രശ്നത്തിൻ്റെ ഗൗരവത്തിനനുസരണമായിട്ടുള്ള വിധി ഉണ്ടായില്ല എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത്. എല്ലാ മുനിസിപ്പാലിറ്റികളായാലും ഇപ്പോൾ ജില്ലാ കൗൺസിൽ തന്നെ, ജില്ലാ പഞ്ചായത്തുകൾ തന്നെ 7 കിട്ടിയെന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ലാ പഞ്ചായത്തുകളാണ് UDF-ന് ലഭ്യമായിരിക്കുന്നത്. ടോട്ടൽ വാർഡ് പരിശോധിച്ചാൽ ജില്ലാ പഞ്ചായത്തിൻ്റെ വാർഡുകൾ കൂടുതൽ വാർഡ് ലഭിച്ചത് LDF-നാണ്. മുനിസിപ്പാലിറ്റിയുടെ എണ്ണത്തിലായാലും ബ്ലോക്കിൻ്റെ എണ്ണത്തിലായാലും, ബ്ലോക്കിൻ്റെ എണ്ണം കഴിഞ്ഞ തവണ വലിയ വിജയമാണ് UDF നേടിയെടുത്തത്. അതിപ്പോൾ തിരിച്ചു വന്നു, LDF-ന് അനുകൂലമായി വന്നു. അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ കാര്യത്തിലും വലിയ മാറ്റം പുതിയ മുനിസിപ്പാലിറ്റികൾക്ക് ഉണ്ടാക്കി നിലനിർത്തിയെടുക്കാൻ സാധിച്ചാൽ അതൊക്കെ LDF-ന് അനുകൂലമായി വോട്ട് ചെയ്യപ്പെടുത്തി. 5 കോർപ്പറേഷനുള്ളതിൽ 5 ഇപ്പുറത്ത് വരുന്ന ഒരു LDF-ന് ലഭിക്കുന്ന സ്ഥിതി. പഞ്ചായത്തുകളുടെ എണ്ണം എടുത്താലും ഏതാണ്ട് 60% വരുന്ന പഞ്ചായത്തുകളിൽ ഇപ്പുറത്ത് LDF-ന് മെജോറിറ്റി കിട്ടി. ഈ നിലയിൽ പരിശോധിക്കുമ്പോൾ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമായും ഈ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ അതിനകത്തൊരു ചെറിയ ഘടകമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. രാഷ്ട്രീയമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തുന്നത്. അത് UDF-ൻ്റെ രാഷ്ട്രീയത്തിനും ദേശീയ രാഷ്ട്രീയത്തിനും BJP-യുടെ രാഷ്ട്രീയത്തിനും ഹിന്ദുത്വ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള ഒരു വിധിയെഴുത്താണ്. അത് ഇതേപോലെ തന്നെ അതുകൊണ്ട് അണികളിൽ UDF-ൻ്റെ അണികളുടെ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം ഒരു സീറ്റ് കിട്ടാത്തതോ അതല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ കിട്ടാത്തതിൻ്റെ ജയിച്ചു വന്ന സ്ഥാനമാനങ്ങൾ കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് ചുരുക്കി കാണുന്നത് ശരിയല്ല. ശ്രീ അനന്തരവട്ടം, KN ഖാദർ, ഇവിടെ ഏറ്റവും ഒടുവിൽ വയനാട്ടിലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുടെ ഫലം പരിശോധിച്ചാൽ ലീഗിന് 10 അംഗങ്ങളുള്ള കൽപ്പറ്റയിൽ JDU ഉപാധ്യക്ഷ സ്ഥാനം ആഗ്രഹിക്കുമ്പോൾ അത് ചോദിക്കുമ്പോൾ ലീഗാണ് ഉടക്കി നിൽക്കുന്നത്. ഇന്ന് ലീഗ് അംഗങ്ങൾ തന്നെ വിട്ടുനിന്നുകൊണ്ട് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്നില്ല. നാളെ അവിടെ എന്ത് സംഭവിക്കുമെന്നറിയില്ല. ഇതെല്ലാം പ്രാദേശികമായ പ്രശ്നങ്ങളാണെങ്കിലും സംസ്ഥാന നേതൃത്വത്തിന്റെ മനസ്സറിവില്ലാതെ ഇതെല്ലാം നടക്കുമെന്ന് കരുതാമോ? അല്ല, ഇതിലിപ്പോൾ എൻ്റെ ഇൻഫർമേഷൻ അനുസരിച്ച് വയനാട്ടിലെ UDF-ലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ 1 വർഷക്കാലം JDU-വിന് ചെയർമാൻഷിപ്പ് കൊടുക്കാമെന്ന് UDF സമ്മതിച്ചതായിട്ടാണ് എൻ്റെ അറിവ്. പിന്നെ ഇത് നമ്മൾ അജിംസ് അല്ലേ പേര്, അജിംസ് മനസ്സിലാക്കേണ്ട ഒരു സംഗതി എന്താ വെച്ചാൽ കേരളത്തിൽ 1000ഓളം പഞ്ചായത്തുകളും 14 ജില്ലാ പഞ്ചായത്തുകളും 152 ബ്ലോക്ക് പഞ്ചായത്തുകളും 60-70 മുനിസിപ്പാലിറ്റികളും ഒക്കെ ഉള്ള ഒരു സ്റ്റേറ്റാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഒരുപാട് പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗങ്ങളും കൗൺസിലർമാരും ഒക്കെ ഉണ്ട്. ഈ പ്രാദേശികമായ തെരഞ്ഞെടുപ്പുകളിൽ പല സ്ഥലത്തും തർക്കങ്ങളുണ്ടായിട്ടുണ്ട്. അത് ആദ്യമേ ഞാൻ പറഞ്ഞു.
അതിൽ പ്രാദേശികമായിട്ട് ചില പാർട്ടികളുടെ അഭിപ്രായ വ്യത്യാസമുള്ളവർ, തർക്കമുള്ളവർ, തെറ്റിപ്പോയവർ, സീറ്റ് കിട്ടാത്തവർ, മടങ്ങി വന്നവർ, അതുപോലുള്ള ധാരാളം ഉദാഹരണങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും കണ്ടെത്താൻ നമുക്ക് സാധിക്കും. ഇതൊന്നും ശാശ്വതമായിട്ടുള്ളൊരു സംഭവമല്ല. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഏതെങ്കിലും ഒരു പാർട്ടിയിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് അല്ലെങ്കിൽ വിമതൻ എന്നുള്ള പേര് ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, റബലായ വിമതനായിട്ടോ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിച്ച ഒരാളും വർഗീയതയെക്കുറിച്ചോ ഫാസിസത്തെക്കുറിച്ചോ BJPയുടെ വരവിനെക്കുറിച്ചോ മതേതരത്വത്തിൻ്റെ വെല്ലുവിളിയെക്കുറിച്ചോ കൽബുർഗിയെക്കുറിച്ചോ ഒന്നും ഒരക്ഷരം പറഞ്ഞിട്ടില്ല. എനിക്ക് സീറ്റ് കിട്ടിയില്ല, അല്ലെങ്കിൽ എന്നെ ചെയർമാനാക്കിയില്ല, എന്നെ പ്രസിഡന്റ് ആക്കിയില്ല എന്നുള്ള കേസല്ലാതെ ഒരുത്തനും രാഷ്ട്രീയമായിട്ട് ഒരു പ്രതികരണവും ഇതിൽ നടത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് മെയിൻലി ഐഡിയോളജിക്കലായിട്ടുള്ള ഡിഫറൻസസ് അല്ല. ഐഡിയോളജിയൊക്കെ വിസ്മരിച്ചുകൊണ്ട് സ്വാർത്ഥതയും സ്വന്തം താല്പര്യങ്ങളും ദുരാഗ്രഹങ്ങളും ഒക്കെ വളർന്നു വന്നിട്ടുള്ള ഞാൻ എന്ന് പറയുന്ന അഹങ്കാരവും പദവികൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങളും ഇത്രയേറെ വളർന്നു വന്ന ഒരു കാലഘട്ടം മുമ്പുണ്ടായിട്ടില്ല. UDF-ലെ തമ്മിലടിക്കുക അല്ലെങ്കിൽ അനൈക്യത്തിന് എന്നാണ് ഐഡിയോളജിക്കലായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിട്ടുള്ളത്? അല്ല, അത് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതാണോ ഏറ്റവും UDF-ലും ഐക്യജനാധിപത്യ മുന്നണിയിലെ ഘടകകക്ഷികളിലും കോൺഗ്രസിലും ഒക്കെ തർക്കങ്ങൾ ആദ്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിലാണോ ഉണ്ടായിട്ടുള്ളത്? അത് പല പാർട്ടികളുടെയും കഴിഞ്ഞ കാലത്തെ വർഷങ്ങളോളമുള്ള ചരിത്രം പരിശോധിച്ചാൽ ഇതുപോലുള്ള തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്, തർക്കങ്ങൾ തീർന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഐക്യമുണ്ടായിട്ടുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം മാറി മറിഞ്ഞു വരും. ഇതൊന്നും ആവശ്യത്തിലേറെ പർവ്വതീകരിക്കുകയും വേണ്ട, വളരെ ലഘൂകരിക്കുകയും വേണ്ട. പി കെ രാഗേഷ്, താങ്കൾ മുന്നോട്ട് വച്ച ആവശ്യങ്ങൾ അത് താങ്കൾക്ക് വലുതാണ്. പക്ഷേ അത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ KPCCയെ സംബന്ധിച്ച് അത് പരിഹരിക്കുക വളരെ ഗൗരവമുള്ള, വളരെ വിഷമം പിടിച്ച ഒരു പ്രവൃത്തിയാണ്. മാത്രമല്ല, കെ സുധാകരനെ പോലെ ഒരാൾ നിശ്ചയിച്ച മേയർ സ്ഥാനാർത്ഥിക്കെതിരെ താങ്കൾ രംഗത്ത് വരുമ്പോൾ കെ സുധാകരനെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെങ്കിൽ വെട്ടിമാറ്റിക്കൊണ്ട് ഒരു തീരുമാനം KPCC നടപ്പാക്കുമെന്ന് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നോ? അത്രയും വലിയ ഒരു ആഗ്രഹം താങ്കൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്നു? ഞാനങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമല്ല പറഞ്ഞത്. വളരെ ലഘുവായി കേരളത്തിലെ KPCCക്കും കേരളത്തിലെ UDF സർക്കാരിനും പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളും കണ്ണൂർ ജില്ലയിലെ DCC പ്രസിഡന്റ് മാത്രം മനസ്സ് വെച്ചാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പ്രധാനമായും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതിനകത്ത് പ്രധാനപ്പെട്ട ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ നിലക്ക് നിർത്തണം. അത് കേരളത്തിലെ UDF അതിന് പ്രതിജ്ഞാബദ്ധമായിരിക്കണം. അത്തരത്തിലുള്ള ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം പൗരനുണ്ടാവേണ്ട മിനിമം അവകാശങ്ങളെങ്കിലും നേടിക്കൊടുക്കാൻ ഈ രാജ്യത്തെ ഭരണാധികാരികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ UDF സംവിധാനത്തിന് കഴിയണം. അത്തരത്തിൽ ഒരു നേതാവ് അതിന് വിഘാതം നിന്നാൽ ആ നേതാവ് പറയുന്നത് മാത്രമേ നടക്കൂ എന്ന് വന്നാൽ നാളെ എന്നെ പോലുള്ള നൂറുകണക്കിന് പ്രവർത്തകന്മാർ അല്ലെങ്കിൽ സാധാരണക്കാർ എങ്ങനെ ഈ രാജ്യത്ത് ജീവിക്കുമെന്നത് കേരളത്തിലെ UDF-ഉം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയും കണ്ണു തുറന്ന് കാണേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഡീൻ കുര്യാക്കോസ്, ഇവിടെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം കൊണ്ട് കണ്ണൂരിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനാവുമെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇല്ല, അതൊന്നും ഒരു എന്താ പറയാ, അതിപ്പോ പി കെ രാഗേഷ് പറയുന്ന കാര്യങ്ങൾ ഞാൻ ചോദിക്കട്ടെ. ഇപ്പോ ഈ കണ്ണൂർ കോർപ്പറേഷൻ ഭരണം നിലനിർത്തണം അല്ലെങ്കിൽ പ്രഥമ കോർപ്പറേഷന്റെ ഭരണം UDF-നായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ്സുകാരും. അപ്പോൾ ആ വികാരത്തിനനുസരിച്ചാണ് അവിടെ ഉപസമിതി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളതും KPCC അതിന് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളത്. എന്നിട്ടും പരിഹരിക്കപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അത് പാർട്ടിയുടെ കുറ്റമാണോ അല്ലെങ്കിൽ ഈ മുന്നണിയുടെ കുറ്റമാണോ? അപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്ന ഒരാളാണ് പി കെ രാഗേഷ്. അദ്ദേഹം വിമത സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കുമ്പോൾ മുതൽ അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല. അപ്പോൾ പാർട്ടിക്ക് പുറത്ത് നിൽക്കുന്ന ഒരാളുമായി ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് പാർട്ടിയുടെ മുഴുവൻ കാര്യങ്ങളൊന്നും വിശ്വസിക്കാനാകുമോ? അല്ലെങ്കിൽ പാർട്ടിക്ക് ആ കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാനാകുമോ? പാർട്ടി എന്ന് പറയുന്നത് ഒരു വലിയ സംവിധാനമല്ലേ, അല്ലെങ്കിൽ മുന്നണി എന്ന് പറയുന്നത് വലിയൊരു എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. അപ്പോൾ ആ ഒരു നിലയിൽ ഇപ്പൊ പ്രത്യേകിച്ച് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ ഈ കോർപ്പറേഷൻ ഒഴിച്ചു നിർത്തിയാൽ UDF ആഗ്രഹിച്ച ഒരു വിജയം ലഭിച്ചിട്ടുണ്ട്. ചില അഭിപ്രായ വ്യത്യാസങ്ങൾ മുഖേന ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ടാകാം, അത് നിഷേധിക്കുന്നില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാരണവശാലും അംഗീകരിക്കപ്പെടാൻ പറ്റാത്തത് കൊണ്ടായിരിക്കണമല്ലോ സ്വാഭാവികമായും അവിടെ കണ്ണൂരിൽ ഒരു ഭരണം സാധ്യമാകാത്തത്. അതിനെ ആ നിലയിൽ തന്നെ കാണേണ്ടതാണ്. റൈറ്റ്. പി കെ രാഗേഷ്, ഒരിക്കൽ കൂടി ഈ കണ്ണൂരിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾ, അതിൽ എ വിഭാഗത്തിൽ നിന്ന് താങ്കൾക്ക് വേണ്ടത്ര പിന്തുണ അവസാന റൗണ്ടിൽ ലഭിച്ചില്ല എന്ന് തോന്നുന്നുണ്ടോ?
എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിൽ നിന്ന് നീതി ലഭിച്ചിട്ടില്ല, ആഗ്രഹിക്കുന്നതനുസരിച്ച് ചർച്ച പുരോഗമിച്ചിട്ടില്ല എന്നെന്ന് കഴിഞ്ഞ ചർച്ചയിൽ KPCCയുടെ ജനറൽ സെക്രട്ടറി കമ്മിറ്റി മെമ്പർ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം എന്താണ്? മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പള്ളിക്കുന്ന് പഞ്ചായത്തിൽ 7 ഡിവിഷനകത്ത് 2 ഡിവിഷൻ LDF വിജയിക്കുകയും 1 ഡിവിഷൻ വിമതനായ ഞാൻ വിജയിക്കുന്ന സാഹചര്യത്തിൽ എത്തുമ്പോൾ അവിടെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയില്ല, ഏകാംഗനായ K. സുരേന്ദ്രൻ നിയോഗിച്ച അല്ലെങ്കിൽ K. സുധാകരൻ നിയോഗിച്ച, എന്നെ മാറ്റി നിയോഗിച്ച KPCC സർക്കുലറിന് വിരുദ്ധമായി എന്നെ എടുത്ത് മാറ്റിക്കൊണ്ട് പുതുതായി നിയോഗിച്ച ഒരു മണ്ഡലം പ്രസിഡന്റ് മാത്രമാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. അവിടെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിധത്തിലുള്ള കാര്യങ്ങളും അവിടെ നടന്നില്ല. അങ്ങനെയുള്ള ഒരു പരാജയപ്പെട്ട മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിനെ മാറ്റണമെന്ന് പറഞ്ഞപ്പോൾ ആ ഉപസമിതിക്ക് അകത്ത് വെച്ച് K. സുധാകരൻ എന്ന് പറയുന്ന ഈ വലിയ നേതാവ് എന്ന് എല്ലാവരും പറയുന്ന അദ്ദേഹം പറഞ്ഞത്, എനിക്ക് ആ പ്രദേശത്തെ ഉള്ളവരോട് ഒന്നുകൂടി ആലോചിക്കണം എന്ന് പറഞ്ഞ് ഉടക്കി പിരിഞ്ഞു പോകുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ എവിടെയാണ് കോൺഗ്രസിന് പാളിച്ച പറ്റിയത് എന്ന് ഇപ്പോഴും പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഒരു നേതാവ് പറയുന്നതിൽ മാത്രം ഊന്നിക്കൊണ്ടാണ് നിലപാടുകളെങ്കിൽ ഇവിടെ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇതൊന്നും ബാധകമല്ല എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. അദ്ദേഹം ചിന്തിക്കുന്നിടത്തും അദ്ദേഹം വിചാരിക്കുന്നിടത്തുമല്ല കണ്ണൂർ ജില്ല എന്ന് ഞാൻ ആമുഖമായി അദ്ദേഹത്തോട് സൂചിപ്പിച്ചു. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ മാത്രം പ്രശ്നമല്ല, UDFിലെ മറ്റ് പല ഘടകകക്ഷികളും അസംതൃപ്തി പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. RSP ഉദാഹരണം, JDU പ്രാദേശികമായി തന്നെ പലയിടത്തും അസംതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുൻപ് ചില കക്ഷികളെങ്കിലും LDFിലേക്ക് എത്തുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം ഓരോ LDF വിട്ടുപോയ പല കക്ഷികളെയും ഒരു പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്നതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല, ആരൊക്കെ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലാണ് ഈ വിധിയെഴുത്ത് വന്നതെങ്കിലും അതിൽ നിന്നുള്ള ദേശീയ രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലെ മുന്നണി ഭരണത്തിനോടുള്ള അസംതൃപ്തിയും അതൊക്കെ ഘടകകക്ഷികളിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ്. അത് ആ പാർട്ടി നേതൃത്വം ഒക്കെ അപ്പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചാൽ തന്നെ ഇവരല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ JDU, RSP തുടങ്ങിയ കക്ഷികളല്ലാതെ കേരള കോൺഗ്രസിലും ലീഗിലും ഉൾപ്പെടെയുള്ള കക്ഷികൾക്കിടയിൽ, ആ കക്ഷികളിലുള്ള സാധാരണ ജനങ്ങൾക്കിടയിൽ, പ്രവർത്തകർക്കിടയിൽ ഒക്കെ ഈ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളിലൊക്കെ അവിടെ UDFിൻ്റെ കൂടെ തന്നെ നിന്ന് പോകണമോ, രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളെ നേരിടാൻ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും പുരോഗമന പ്രസ്ഥാനങ്ങളുമായി യോജിച്ചു നിൽക്കണോ എന്ന കാര്യം അവിടെയൊക്കെ മനസ്സിൽ ചർച്ചയ്ക്ക് വിധേയമാകും എന്ന് തന്നെയാണ് എൻ്റെ പ്രശ്നം. റൈറ്റ് ആനത്തലോട്ടമാനന്ദൻ. ഡീൻ കുര്യാക്കോസ്, UDFിലെ തമ്മിലടികൾ അതിനെ ക്ഷയിപ്പിക്കുന്നുണ്ടാകാം, പക്ഷേ ഘടകകക്ഷികൾ ഉന്നയിക്കുന്ന വിഷയം കുറെ കൂടി രാഷ്ട്രീയമാണ്. RSP ആകട്ടെ, JDU ആകട്ടെ, ഇപ്പോൾ ലീഗ് തന്നെ പറയുന്ന കാര്യങ്ങളാകട്ടെ, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയമായ ആവശ്യങ്ങളെ അഡ്രസ് ചെയ്യാൻ കഴിയാതെ തമ്മിലടികളെ, UDFിനകത്തെ അനൈക്യങ്ങളെ എങ്ങനെ മറികടക്കാനാണ് UDF? അല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തികച്ചും പ്രാദേശികമാണ്, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കാനാവാത്തതല്ല. ഇവിടെ ഒരു കാര്യം സത്യമാണ്, ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് പോലും അവർക്ക് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. അതായത് ഇപ്പോൾ മധ്യ കേരളത്തിൽ പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, ഈവൻ തൃശ്ശൂര് പോലും സ്വന്തം ചിഹ്നം പോലും മറച്ചു വെച്ച് മത്സരിച്ചവരാണ് ഇടതുപക്ഷ നേതാക്കന്മാർ. കാരണം പാർട്ടി ചിഹ്നത്തിലൊന്നുമല്ല പല സ്ഥാനാർത്ഥികളും മത്സരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിപ്പോൾ ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഐക്യമുന്നണിയിൽ ഉണ്ടായിട്ടുള്ള പല പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവർക്ക് ചില സീറ്റുകളിലൊക്കെ വിജയിച്ച് കയറാനായിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നു, ഇവിടെ മിനിറ്റ് വെച്ച് RSP പുറത്തു വരണം, ജനതാദൾ പുറത്തു വരണം എന്നിവർ എന്തിനാണ് ആവശ്യപ്പെടുന്നത്? ഐക്യമുന്നണിയെ തകർക്കുന്നതിന് വേണ്ടി പലപ്പോഴായി ഈ ഗവൺമെന്റ് 72 സീറ്റുമായി അധികാരത്തിൽ വന്ന 6 മാസം പൂർത്തിയാകില്ല എന്ന് പ്രഖ്യാപിച്ച അന്നു മുതൽ ഇവർ എല്ലാ കാലവും ഐക്യമുന്നണിയെ തകർക്കുന്നതിന് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും ഇടപെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അവർ പറയുന്നു. ഇപ്പോൾ ആനത്തലവട്ടം ആനന്ദൻ ബഹുമാനപ്പെട്ട അദ്ദേഹം പറയുന്നു, ദേശീയ രാഷ്ട്രീയത്തിൽ CPM-ന് എന്ത് റോളാ ഉള്ളത്? ഇവിടെ ആർക്കാണ് ഇത് അറിയാൻ പാടില്ലാത്തത്? അവസാനമായി നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഡീൻ കുര്യാക്കോസ് പറഞ്ഞു വച്ചെടുത്ത് തന്നെ, കാരണം ലീഗാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറെ കൂടി രാഷ്ട്രീയമായി വിശകലനം ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്. കാരണം ന്യൂനപക്ഷ വോട്ടുകൾ LDFിലേക്ക് ചാഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം നമുക്കറിയാം, ഫാഷിസത്തിനെതിരെ LDF ഉയർത്തിയ, CPM പ്രത്യേകിച്ച് ഉയർത്തിയ ചെറുത്തുനിൽപ്പ് ഒരുപക്ഷെ ആ വോട്ടുകൾ ചായാൻ കാരണമായിട്ടുണ്ടാകാം. ഈ ഐഡിയോളജിക്കലായ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ലീഗ് നടത്തുന്ന കലാപം
അല്ലെങ്കിൽ ലീഗ് നടത്തുന്ന ഒരു ചെറുത്തുനിൽപ്പ് UDF-നെ വീണ്ടും ഐക്യത്തിലേക്ക് കൊണ്ടുവരുമെന്ന് കരുതാമോ? കാരണം മറ്റ് ഘടകകക്ഷികളുടെ അല്ലെങ്കിൽ കോൺഗ്രസിനകത്ത് തന്നെ പ്രശ്നം മറ്റു പലതാണ്. ഛിദ്രതയാണ്, അധികാര തർക്കമാണ്. അപ്പോൾ ഐഡിയോളജിക്കലായ ഈ മരുന്ന് ഉപയോഗിച്ചുകൊണ്ട് ഈ രോഗത്തെ എങ്ങനെ ചികിത്സിക്കാനാണ്? അല്ല, ഐഡിയോളജിക്ക് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇന്നത്തെ പ്രത്യേകമായിട്ടുള്ള ഇന്ത്യൻ സാഹചര്യങ്ങളിൽ നമ്മുടെ മതേതരത്വം വെല്ലുവിളിക്കപ്പെടുന്നു, ബഹുസ്വരത വെല്ലുവിളിക്കപ്പെടുന്നു, ഇന്ത്യൻ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു, ആളുകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം, ആഹാരശീലം ഇതിലൊക്കെ കൈകടത്താൻ ഫാഷിസ്റ്റ് പ്രവണതകൾ വരുന്നു, എഴുത്തുകാരെ ദ്രോഹിക്കുന്നു, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. ആ പ്രശ്നങ്ങൾക്കെതിരെ ശക്തമായി പടപൊരുതുവാൻ എല്ലാ മതേതര കക്ഷികളും ഒരുമിച്ച് ഒരു വിശാലമായ സഖ്യം ഉണ്ടാക്കണം എന്നാണ് ദേശീയ തലത്തിൽ ഞങ്ങളുടെ അഭിപ്രായം. അങ്ങനെ ഒരു ദേശീയ സഖ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഡീൻ കുര്യാക്കോസ് പറഞ്ഞതിനകത്തും ചെറിയ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനങ്ങൾ മതേതരത്വത്തോട് പ്രതിബദ്ധതയുള്ളവരാണ്, മതേതരമാണ്, അവർ നശിച്ചു പോകാൻ പാടില്ല എന്നൊക്കെ തന്നെയാണ് ഞങ്ങളും പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ബീഹാറിലോ ഒറീസയിലോ ഇപ്പോൾ ബീഹാർ ഇലക്ഷനിൽ മതേതര ശക്തികൾക്ക് ഇത്രയേറെ വോട്ട് കിട്ടി ജയിച്ചു. പക്ഷേ ആ മതേതര ശക്തികളോടൊപ്പം നിൽക്കാതെ ഇടതുപക്ഷം അവിടെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് പരോക്ഷമായി കേരളത്തിൽ ഉണ്ടാക്കിയ മുന്നേറ്റം അതായിരിക്കുമല്ലോ പ്രധാന പ്രശ്നം മുസ്ലിം ലീഗിന്റെ. ഞാൻ പറയും, BJP-യോട് നേരിട്ട് മുസ്ലിം ലീഗ് അല്ല ഫൈറ്റ് ചെയ്യേണ്ടത്, മതേതര ശക്തികളാണ് മുമ്പിൽ നിൽക്കേണ്ടത്. ഞങ്ങൾക്ക് അവരെ കൂടെ നിൽക്കാനേ പറ്റുള്ളൂ. ഈ സമസ്യ ഒരു ദേശീയ പ്രശ്നമാണ്. അതിന് ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലും വേരുള്ള കോൺഗ്രസിനെ പോലുള്ള മതേതര കക്ഷികളുടെ സഹായം ആവശ്യമാണ്. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടേതും വേണം, അവരുടെയും വേണം. അങ്ങനെയുള്ളൊരു വിശാലമായ സഖ്യത്തിന് ആനത്തലവട്ടം ആനന്ദൻ, താങ്കൾക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാൻ സമയം വളരെ വൈകി. യെസ്, എൻ്റെ സ്നേഹിതൻ വേറെ ചർച്ചയിൽ ഇതേപോലെ ഈ പോയിന്റ് ഉന്നയിക്കുകയുണ്ടായി. കോൺഗ്രസ് ഒരു മതേതര ശക്തിയാണ്, അവർക്കാണ് രാജ്യം മുഴുവൻ സ്വാധീനമുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിലെല്ലാം നമുക്ക് കാണുകയുണ്ടായി കോൺഗ്രസ് സ്വീകരിക്കുന്ന മൃദു സമീപനം ഹിന്ദുത്വത്തോടുള്ള. ഇപ്പോൾ പറഞ്ഞല്ലോ, ഗോവധ നിരോധനം സംബന്ധിച്ച് BJP കൊണ്ടുവന്ന് മാട്ടിറച്ചി തിന്നുന്നവനെയൊക്കെ കൊല്ലും. എന്താ ഗോവധ നിരോധനം സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട്? കോൺഗ്രസിന് ദിഗ്വിജയ് സിംഗ് പറഞ്ഞല്ലോ, ഞങ്ങളാണ് 29 സംസ്ഥാനങ്ങളിൽ 20 സംസ്ഥാനങ്ങളിലും ഗോവധം നിരോധിച്ചുള്ളത്. അതുകൊണ്ട് ഗോവധം നിരോധിച്ചതിൻ്റെ ക്രെഡിറ്റ് അങ്ങ് BJP എടുത്തു കളയണ്ട. അതല്ലേ കോൺഗ്രസിൻ്റെ സമീപനം? ആ കോൺഗ്രസിനല്ലേ കൂട്ടുപിടിക്കണമെന്ന് പറയുന്നത്? കോൺഗ്രസിന് സ്വാധീനമുള്ള UP പോലുള്ള സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ അവർക്ക് BJP ആകുകയാണ്, കോൺഗ്രസ് തോക്കുകയാണ്. ഈ കോൺഗ്രസിന് സ്വാധീനമുള്ളിടത്തല്ലേ എല്ലാ സംസ്ഥാനങ്ങളിലും BJP ശക്തിപ്പെട്ടിരിക്കുന്നത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുള്ളിടത്താണോ? കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സ്വാധീനമുണ്ട്, BJP-ക്ക് ശക്തിപ്പെടാൻ ഒക്കുന്നില്ല. കോൺഗ്രസ് എവിടെയൊക്കെ ക്ഷീണിക്കുമോ കോൺഗ്രസ്സുകാർ തന്നെ പകൽ മുഴുവൻ കോൺഗ്രസും രാത്രി BJP ആകുന്ന സ്ഥിതിയല്ലേ? എത്ര പ്രമാണിമാരാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ BJP പ്രാദേശികമായി തന്നെ BJP-ക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്ന ആരോപണം ലീഗ് പലയിടത്തും ഉന്നയിച്ചിട്ടുണ്ട്. ആദ്യം പശ്ചിമ ബംഗാളിനെ കുറിച്ച് പറയേ. ആകെ 3 സംസ്ഥാനങ്ങളിലാണ് CPM ഈ രാജ്യത്തുള്ളത്. പശ്ചിമ ബംഗാളിൽ BJP-യുടെയും പുറകിലേക്ക് CPM പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ അല്ലല്ല, പശ്ചിമ ബംഗാളിൽ CPIM-ന്റെ പാർട്ടി ഓഫീസുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ 35 വർഷക്കാലം ഭരിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കേരളത്തിൽ എത്ര സ്ഥലങ്ങളിൽ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഡീൻ കുര്യാക്കോസ്, KN ഖാദർ, PK രാഗേഷ്, സുമാ ബാലകൃഷ്ണൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തത്. സ്പെഷ്യൽ എഡിഷൻ പൂർണ്ണമാകുന്നു. ഗുഡ് ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.